Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ ക്ലാസ്സുകൾ ചെയ്യുന്ന പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ലെസൺ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നത് മുൻകാലങ്ങളിൽ SSCക്കും PSCക്കും ചോദിച്ചുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടന ഭാഗമാക്കുന്ന ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റീസ് റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് എന്നാണ്. ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റീസ് റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് എന്നാണ്. അത് SSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതാണ്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് 1860-61 കാലഘട്ടം, 1860-61 കാലഘട്ടത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഒരു ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. 1860-61 കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം. അപ്പൊ അന്ന് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് 1861 കാലഘട്ടം മുതൽ അവതരിപ്പിച്ചത്. അതിനുശേഷം 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് വന്നു. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം ആ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതാണ് ആക്വർത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം രൂപീകരിക്കുന്ന കമ്മിറ്റിയാണ് ആക്വർത്ത് കമ്മിറ്റി. ഈ ആക്വർത്ത് കമ്മിറ്റി 1921 ഫോം ചെയ്യും. 24 റിപ്പോർട്ട് കൊടുത്ത് 24 മുതൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ആക്വർത്ത് കമ്മിറ്റി ശുപാർശ പ്രകാരം, ആക്വർത്ത് കമ്മിറ്റി ശുപാർശ പ്രകാരം 1924 മുതൽ റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ്. ക്ലിയർ ആയിരിക്കും. അപ്പൊ ചോദ്യത്തിന് ആൻസർ കിട്ടി. എന്താണ്? റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് ആർ സെപ്പറേറ്റഡ് ഇൻ 1924 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ആക്വർത്ത് കമ്മിറ്റി ഫോംഡ് ബൈ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്. അപ്പൊ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം രൂപീകരിച്ച ആക്വർത്ത് കമ്മിറ്റി ശുപാർശ പ്രകാരം 1924 മുതൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ക്ലിയർ ആയിരിക്കും. ഇനി അതിനുശേഷം 1924 മുതൽ ഈ അടുത്ത കാലം വരെ നമ്മുടെ റെയിൽവേ ബഡ്ജറ്റ് റെയിൽവേ മന്ത്രി അവതരിപ്പിക്കുന്നു, ജനറൽ ബഡ്ജറ്റ് ഫിനാൻസ് മന്ത്രി അവതരിപ്പിക്കുന്നു, ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്നു. ഈ രീതിയിലാണ് പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 2 ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എന്നു മുതലാണ് ഈ 2 ബഡ്ജറ്റും വീണ്ടും യൂണിഫൈഡ് ആയത്? എന്ന് വെച്ചാൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും യൂണിഫൈഡ് ആയത് 2017 മുതലാണ്. ക്ലിയർ. അപ്പൊ 2017 മുതലാണ് ഈ 1924 സെപ്പറേറ്റ് ചെയ്ത സാധനം പിന്നെ 2017 മുതലാണ് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും യൂണിഫൈഡ്. അപ്പൊ റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് യൂണിഫൈഡ് ഇൻ 2017 പിന്നെ വീണ്ടും ഒന്നിക്കുന്നത് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിവേക് ദിബ്രോയ് കമ്മിറ്റി. ആണ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിവേക് ദിബ്രോയ് കമ്മിറ്റി. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ആക്വർത്ത് കമ്മിറ്റി ശുപാർശ പ്രകാരം രണ്ടും റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്ത്, പക്ഷേ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും ഒന്നിപ്പിച്ചത് 2017 മുതൽ 2017 മുതലാണ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിവേക് ദിബ്രോയ് കമ്മിറ്റിയാണ്. വിവേക് ദിബ്രോയ് കമ്മിറ്റി പ്രകാരം 2017 ശേഷം ആരംഭിച്ചു. അപ്പൊ 2017 2 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ്. അപ്പൊ 2016 രണ്ടും രണ്ടായിരിക്കും. 2016 റെയിൽവേ ബഡ്ജറ്റ് വേറെയാണ്, ജനറൽ ബഡ്ജറ്റ് വേറെ. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2016 അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ, ആ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരായിരിക്കും? അങ്ങനെ ചോദ്യം വരികയാണെങ്കിലോ അപ്പോൾ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ്, അവസാനത്തെ ഇൻഡിപെൻഡന്റ് റെയിൽവേ ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ്, അവസാനത്തെ സ്വതന്ത്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാച്ചാൽ 2016 ആയിരിക്കും. അതിനുശേഷം രണ്ടും ഒരുമിച്ചാണ്. അപ്പൊ 2016 റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആണ്. ആരാണ്? സുരേഷ് പ്രഭു. അതിനുശേഷം 2017 മുതൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ്. ആ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ്. അത് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലിയാണ്. ക്ലിയർ ആയിക്കോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. മറക്കണ്ട, ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടാൽ 24 മുതൽ ഏത് ആക്വർത്ത് കമ്മിറ്റി ശുപാർശ പ്രകാരം. അതേസമയം 2017 വീണ്ടും റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിക്കുന്നു. അത് വിവേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ്. കൂടി ഓർത്ത് നോക്കിയ. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. മറക്കണ്ട, റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും മറക്കണ്ട, ആക്വർത്ത് കമ്മിറ്റി ശുപാർശ മറക്കണ്ട, മൊണ്ടേഗു ചെംസ്ഫോർഡ് കമ്മിറ്റി മറക്കണ്ട, പ്ലസ് ഇപ്പൊ പറഞ്ഞത് വിവേക് ദിബ്രോയ് കമ്മിറ്റി മറക്കണ്ട. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ടു ബി സർട്ടിഫൈഡ് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് എന്നാണ്. ടു ബി സർട്ടിഫൈഡ് എന്ന് വെച്ചാൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? നമുക്കറിയാം, റിട്ട് പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. റിട്ട് പുറപ്പെടുവിക്കൽ അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമോ ആർട്ടിക്കിൾ 32 മുതൽ സുപ്രീം കോടതിയും
ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം 32 മുതൽ സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികളുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ റിട്ടുകൾ പൊതുവെ 5 റിട്ടുകളാണത്. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, സെർഷ്യർ ഉണ്ട്, കോവർ ഉണ്ട്. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ് ആദ്യത്തെ ഏറ്റവും പ്രധാന ഓർമ്മിക്കുക. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, അത് കഴിഞ്ഞ മാൻഡമസ് ഉണ്ട്, അത് കഴിഞ്ഞ പ്രൊഹിബിഷൻ ഉണ്ട്, അത് കഴിഞ്ഞ സെർഷ്യറി, അത് കഴിഞ്ഞ് കോവർ. ഇങ്ങനെ 5 റിട്ടുകളാണുള്ളത്. അപ്പൊ ജസ്റ്റ് ചോദ്യം ഇതാണ്, സാക്ഷ്യപ്പെടുത്തേണ്ട, ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് പറയും. ഓക്കെ, ഇതിൽ ആദ്യം പറഞ്ഞ ഹേബിയസ് കോർപ്പസിന്റെ റിട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ആ ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഹാവ് ദി ബോഡി എന്നാണ്. ടു ഹാവ് ദി ബോഡി, ശരീരം ഉണ്ടാകുക എന്ന് വെച്ചാൽ ശരീരത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ശരീരം ഉണ്ടാകുക അല്ലെങ്കിൽ ശരീരത്തെ ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് അത് ഹേബിയസ് കോർപ്പസ് ആണ്. രണ്ടാമത് മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന റിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വി കമാൻഡ് എന്നാണ്. ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് എന്ന രണ്ടാമത്തെ റിട്ട്. മൂന്നാമത്തെ പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ ഫോർവേഡ് ചെയ്യാൻ, നിരോധിക്കുക, ബാൻ ചെയ്യാൻ അർത്ഥം അത് പ്രൊഹിബിഷൻ എന്ന് പറയും. പിന്നീട് കോവാറന്റ് വരുന്നത്. കോവാറന്റ് എന്ന അർത്ഥം വരുന്നത് ബൈ വാട്ട് അതോറിറ്റി ആണ്. എന്തധികാരത്തിൽ, ബൈ വാട്ട് അതോറിറ്റി, എന്തധികാരത്തിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് ഏത്? കോവാറന്റ്. ആൻഡ് ടു ബി സർട്ടിഫൈഡ് ഓർ സെർഷ്യറി എന്ന് പറഞ്ഞിട്ട് ഉയർന്ന കോടതികൾ താഴ്ന്ന കോടതിയിലേക്ക് പുറപ്പെടുന്ന റിട്ടാണ് സെർഷ്യറി. നമ്മുടെ പ്രൊഹിബിഷനും അങ്ങനെ തന്നെയാണ്. അപ്പോ ടു ബി സർട്ടിഫൈഡ് എന്നത് ഓർമ്മിക്കുക. സെർഷ്യറി എന്ന് പറയുന്ന റിട്ടാണ് അത് ടു ബി സർട്ടിഫൈഡ് എന്ന അർത്ഥം വരുന്ന റിട്ട് നോക്കി. ഇപ്പൊ 5 റിട്ടുകൾ ഓർമ്മിക്കുക. റിട്ടുകളെ കുറിച്ചൊരു ടോപ്പിക് തന്നെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഓരോ റിട്ടുകളും, ഹേബിയസ് കോർപ്പസ് എന്താണ്, മാൻഡമസ് എന്താണ്, പ്രൊഹിബിഷൻ എന്താണ്, സെർഷ്യറി എന്താണ്, കോവറന്റ് എന്താണ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിട്ടുകളെ കുറിച്ച് പഠിക്കാൻ അതൊന്ന് ഓർമ്മിക്കുക. അപ്പൊ എന്തായാലും ഈ 5 റിട്ടുകൾ ഓർമ്മിക്കുക. 5 റിട്ടുകളുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്, അതിന്റെ മീനിങ്സുകളാണ് നമ്മൾ പറഞ്ഞത്. അല്ലെ, ഇതെല്ലാം ലാറ്റിൻ വാക്കാണ്. ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യറി, കോവറന്റോ, ഇതൊക്കെ ലാറ്റിൻ വാക്കാണ്. ആ ലാറ്റിൻ വാക്കിന്റെ അർത്ഥങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ മറക്കണ്ട, ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന അർത്ഥം വരുന്ന റിട്ട് ചോദിച്ചാൽ അത് ഏതാണ്? സെർഷ്യറി ആണ് എന്ന് ഓർക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്. ഹേബിയസ് കോർപ്പസ് ടു ഹാവ് ദി ബോഡി, ശരീരം ഉണ്ടാകുക. കോവറന്റോ എന്ന് പറഞ്ഞാൽ എന്തധികാരത്തിൽ എന്നർത്ഥം വരുന്നത്. പ്രൊഹിബിഷൻ നിരോധിക്കുക എന്നർത്ഥം ഇനി വരും. ഇതാണ് 5 റിട്ടുകളുമായി ബന്ധപ്പെട്ട അതിന്റെ മീനിങ്സ് നോക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുമല്ലോ, റിട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്താണ്. ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അത് പറഞ്ഞുതരാം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന മിനറൽ റീജിയൻ, ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുന്നവര് ജാർഖണ്ഡ് ആണ്, പിന്നീട് ബീഹാർ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടാൽ മിക്കവാറും എല്ലാ കുട്ടികളും ആദ്യം എഴുതുന്നത് ഏതാണ്? ജാർഖണ്ഡ് ആണ്. കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്, മിനറൽ സ്റ്റേറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ജാർഖണ്ഡ് ആണ്. പക്ഷെ ഇവിടെ ചോദ്യം വരുന്നത് മിനറൽ സ്റ്റേറ്റ് എന്നല്ല, ഇന്ത്യയിലെ മിനറൽ റീജിയൻ എന്നറിയപ്പെടുന്നത്, ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്, റീജിയൻ ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ജാർഖണ്ഡ് ആണ്. ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഇന്ത്യയിലെ മിനറൽ റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ ആണ്. അതാണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. ആ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് നമ്മൾ മിനറൽ റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേസമയം മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ജാർഖണ്ഡിന് സംശയമുണ്ട്. മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ്, പക്ഷേ ഇവിടെ മിനറൽ റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് വരുന്നത് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ എന്ന് ഓർമ്മിക്കും. ഇനി ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, അതിൽ ബീഹാർ വരുന്നുണ്ട്, ജാർഖണ്ഡ് വരുന്നുണ്ട്, ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, ഒഡീഷ വരുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ. അല്ലെങ്കിൽ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഈ ഇത്രയും സ്റ്റേറ്റുകൾ വരുന്ന ഭാഗമാണ് നമ്മൾ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ എന്നുള്ളത്. വളരെ പ്രശസ്തമായ ഒരു റീജിയൻ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള ഒരു ഏരിയ കൂടി തന്നെയാണ് ഏത്? ഈ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ബോക്സൈറ്റ്, അലുമിനിയം, അതോടൊപ്പം തന്നെ അയേണ്, യുറേനിയം, കൽക്കരി, ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൺ ഓർ എന്ന് പറയുന്നത് അയൺ ഓർ ഖനി, അയൺ ഓർ മൈൻ എന്ന് പറയുന്നത് ബൈലാദില വരുന്നത് ഛത്തീസ്ഗഡിലാണ്. അതോടൊപ്പം ഏറ്റവും വലിയ യുറേനിയം ഖനിയായ ജാദുകോട വരുന്നത് ജാർഖണ്ഡാണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം വെസ്റ്റ് ബംഗാൾ വരുന്നത്. ജാറിയ എന്ന് പറയുന്നത് വരുന്നത് ഒഡീഷ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ജാറിയ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹസാരി ബാഗ് വരുന്നുണ്ട്, റാഞ്ചി വരുന്നുണ്ട്, ടാറ്റ അയൺ ചിപ്പിലുള്ള ജംഷഡ്പൂർ വരുന്നുണ്ട്, ധൻബാദ് വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ഇത്, ഈ പറഞ്ഞ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡും, റീജിയൻ എന്ന് പറഞ്ഞാൽ അത്
ഈ പറഞ്ഞ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സാന്താൾ ഗോത്രവർഗ്ഗക്കാർക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു റീജിയൻ തന്നെയാണ് ഇത് നമ്മൾ പറയുന്ന ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. സാന്താൾ ഗോത്രം എന്ന് വെച്ചാൽ നമ്മുടെ ദ്രൗപദി മുർമു, ഫസ്റ്റ് ട്രൈബ് ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ട്രൈബാണ് ദ്രൗപദി മുർമു. ഷീസ് ബിലോങ് ടു സാന്താൾ ട്രൈബ്. സാന്താൾ വംശക്കാർക്ക്, സാന്താൾ ഗോത്രവർഗ്ഗക്കാർക്ക് ഏറ്റവും പ്രശസ്തമായ പോപ്പുലർ ആയിട്ടുള്ള ഒരു റീജിയൻ കൂടിയാണ് ഇത് നമ്മൾ ഈ പറയുന്ന ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. അതുപോലെ സുബർണരേഖ റിവർ, സുബർണരേഖ നദി ഒഴുകുന്ന ജംഷഡ്പൂരിലാണ്. അതും ഈ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിൽ ഒഴുകുന്ന നദിയാണെന്നൊക്കെ പുറത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലോ? ഇതാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പൊ 3 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ എന്ന സംഭവം ഓർത്തിക്കുക. രണ്ടാമത്തെ റിട്ടുകൾ ഏതാണെന്ന് പഠിച്ചു. മൂന്നാമത്തെ നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ചോദ്യം ഏതായിരുന്നു? ഈ മൂന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി വളരെ ഭംഗിയായിട്ട് 3 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ട് മറക്കാതെ ഈ 3 ടോപ്പിക്കുകളും പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളൊക്കെ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതെല്ലാവർക്കും